മാതൃപൂജയായി സ്വീകരിക്കും ഈ മാതൃവന്ദനായോജന. മാതേ ഭാരതാംബേ നിന്നിലെ നാരീശക്തിക്കുണർവേകാൻ മാതൃപൂജയായി സ്വീകരിക്കും ഈ മാതൃവന്ദനായോജന. ദേവി നിന്നുടലിൽ പുരണ്ട കരികളങ്കമിതു മാറ്റിടാം. വിശ്വമാകവേ ജ്വലിക്കുനി നിത്യമുജ്ജലായോജനയാൻ. ദേവി നിന്നുടലിൽ പുരണ്ട കരികളങ്കമിതു മാറ്റിടാം. വിശ്വമാകവേ ജ്വലിക്കുനി നിത്യമുജ്ജലായോജനയാൻ. വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി. വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി. മണ്ണിൻ പുകൾ പാടി. വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി. ശക്തിക്കുണർവേകാൻ മാതൃപൂജയായി സ്വീകരിക്കും ഈ മാതൃവന്ദനായോജന. മാതേ ഭാരതാംബേ നിന്നിലെ നാരീശക്തിക്കുണർവേകാൻ. शिवगंगे की महान पराक्रमी रानी वेलु नाचियार की जन्म जयंती है। आज देश ही महान शिक्षाविद और समाज सुधारक सावित्रीबाई फुले जी की भी जन्म जयंती है। नारी शक्ति का सामर्थ्य कितना बड़ा होता है ये इन दोनों के व्यक्तित्व से सीखने को मिलता है। केरला की मिट्टी, इस मिट्टी ने ऐसी अनेक संतानें देश को दी है जिन्होंने भारत की बौद्धिक और सामाजिक चेतना को समृद्ध किया है। केरला की बेटियां ने भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है। एवी कट्टीमालु अम्मा, अकम्मा चेरियन, रोसम्मा पनूस जैसी वीरांगनाओं ने स्वतंत्रता आंदोलन को नई ऊर्जा दी। केरला की कार्त्यायनी अम्मा और भागीरथी अम्मा ने देश को दिखाया कि सीखने की कोई आयु नहीं होती। आदिवासी कलाकार नांजी अम्मा ने को उनकी अद्भुत कला के लिए नेशनल अवार्ड देना, इसका सौभाग्य भी हमें मिला। पीटी उषा जी हो, अंजू बॉबी जॉर्ज हो, ये पूरे देश की बेटियों के लिए बहुत बड़ी प्रेरणा है। കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ശിവഗംഗയിൽ, തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ ജനിച്ച, സ്വാതന്ത്ര്യ സമരത്തിൽ വീരപരാക്രമം കാണിച്ച വേലു നാച്ചിയാരുടെ ജന്മദിനമാണിന്ന്. അതോടൊപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള സുപ്രസിദ്ധയായിട്ടുള്ള
വിദ്യാഭ്യാസ വിചക്ഷണ, സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള സാവിത്രിബായി ഫുലെയുടെ ജന്മജയന്തിയാണെന്ന്. ഇവര് രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്ത്രീശക്തി, ആ സ്ത്രീശക്തിയുടെ കഴിവ് എത്ര മഹത്തരമാണ് എന്ന് നാടിന് മുഴുവൻ കാണിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണ് അങ്ങനെയുള്ള നിരവധി സന്താനങ്ങൾക്ക്, നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയ മണ്ണാണ്. ഈ നാടിന്റെ ഈ രാജ്യത്തിന്റെ ബുദ്ധിപരവും സാമൂഹ്യവുമായിട്ടുള്ള ചൈതന്യം, ആ ചേതനയെ സമൃദ്ധമാക്കിയിട്ടുള്ള നിരവധി പുത്രിമാർക്ക് ജന്മം നൽകിയിട്ടുള്ള മണ്ണാണ് കേരളത്തിന്റെ പുത്രിമാർ. ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ, ഈ നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള ചരിത്രത്തിൽ, ഈ നാടിന്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ അതിലൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് മഹത്തരമാണ്. AV കുട്ടിമാളു അമ്മയെ പോലെയുള്ള ആളുകൾ, അക്കമ്മ ചെറിയാനെ പോലെയും റോസമ്മ പുന്നൂസിനെയും പോലെയുള്ള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നിരവധി വനിതകൾ, അവര് നൽകിയിട്ടുള്ള ചൈതന്യം, ആ ഊർജം നമുക്ക് മറക്കാൻ സാധിക്കില്ല. കേരളത്തിലെ കാർത്തിയാനി അമ്മയും ഭാഗീരഥി അമ്മയും ഈ നാടിന് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം നേടുന്നതിന്, അറിവ് നേടുന്നതിന്, സാക്ഷരരാകുന്നതിന് അതിന് പ്രായം ഒരു പരിധിയല്ല എന്ന്. ആദിവാസി കലാകാരിയായിട്ടുള്ള നാഞ്ചിയമ്മയുടെ കലാപരമായിട്ടുള്ള സംഗീതത്തിലുള്ള അവരുടെ പ്രാവീണ്യം, ആ പ്രാവീണ്യത്തിന്റെ പേരിൽ അവർക്ക് ദേശീയ അവാർഡ് നൽകാൻ ഈ സർക്കാരിന് സാധിച്ചു. PT ഉഷയെ പോലെ, അഞ്ജു ബോബി ജോർജിനെ പോലെ ലോകത്തിലെ സഹോദരിമാർക്ക് മുഴുവൻ, ലോകത്തിലെ സ്ത്രീകൾക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ തന്നെ പ്രേരണ നൽകുന്ന സഹോദരിമാർ, പെൺമക്കൾ ഈ കേരളത്തിന്റെ സംഭാവനയാണ്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, आजकल देश में मोदी की गारंटी की चर्चा है, लेकिन मैं मानता हूं देश की नारी शक्ति विकसित भारत के संकल्प की सिद्धि की सबसे बड़ी गारंटी है। दुर्भाग्य से आजादी के बाद लेफ्ट कांग्रेस की सरकारों ने, LDF, UDF की सरकारों ने नारी शक्ति को कमजोर माना। लेफ्ट और कांग्रेस ने लोकसभा और विधानसभा में महिलाओं को रिजर्वेशन देने वाला कानून बरसों तक लटकाए रखा, लेकिन मोदी ने आप सभी बहनों को आपका हक देने की गारंटी दी थी और उस गारंटी को पूरा करके दिखाया। नारी शक्ति वंदन अधिनियम अब कानून बन चुका है। आपको याद होगा, जब तक देश में लेफ्ट और कांग्रेस के गठबंधन की सरकारें थी, तब तक मुस्लिम बहनें ट्रिपल तलाक से परेशान थी। मोदी ने मुस्लिम बहनों को ट्रिपल तलाक से मुक्ति देने की गारंटी दी थी और उसे ईमानदारी से पूरा भी करके दिखाया। കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, ഇപ്പൊ നാട്ടിൽ മുഴുവൻ ചർച്ച മോദിയുടെ ഉറപ്പിനെ പറ്റിയാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് സ്ത്രീകളുടെ ശക്തിയാണ് ഈ നാടിനെ വികസിതമായിട്ടുള്ള ഒരു രാഷ്ട്രമാക്കുന്നതിൽ, അത് പ്രാവർത്തികമാക്കുന്നതിൽ, വികസിത രാഷ്ട്രമാക്കുമെന്നുള്ള പ്രതിജ്ഞ പ്രാവർത്തികമാക്കുന്നതിൽ ഏറ്റവും വലിയ ഉറപ്പ്. ദൗർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതുപക്ഷവും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ
UDF-ന്റെയും LDF-ന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ, ആ സർക്കാരുകൾ ആ സ്ത്രീ ശക്തിയെ ദുർബലമായിട്ടുള്ള ശക്തിയായിട്ടാണ് കണക്കാക്കിയത്. ലോക്സഭയിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് സംവരണം നൽകാനുള്ള നിയമം ഇടതുപക്ഷവും കോൺഗ്രസും ദശകങ്ങളായി തീരുമാനമെടുക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മോദി സർക്കാർ നിങ്ങൾക്കെല്ലാവർക്കും, എല്ലാ സഹോദരിമാർക്കും നിങ്ങളുടെ അധികാരം അത് ഉറപ്പു നൽകുന്ന തീരുമാനമെടുത്തു. അതുമാത്രമല്ല, അത് പ്രാവർത്തികമാക്കി. നാരി ശക്തി വന്ദൻ നിയമം, ആ നിയമം ഇന്ന് നിയമമാക്കി കഴിഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭാഗമായി. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചിരുന്ന, അവരുടെ മുന്നണികൾ ഭരിച്ചിരുന്ന കാലങ്ങളിൽ, ആ കാലങ്ങളിൽ ഒരിക്കലും മുസ്ലിം വനിതകളുടെ മുത്തലാഖിൽ മുസ്ലിം സ്ത്രീകൾ ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സഹോദരിമാർക്ക് അവർക്ക് മുത്തലാഖിൽ നിന്ന് മോചനം നേടിക്കൊടുത്തു. ആ മോചനം നേടിക്കൊടുക്കും എന്നുള്ള ഉറപ്പ്, മോദിയുടെ ഉറപ്പ്, ആ ഉറപ്പ് സത്യസന്ധമായി നടപ്പിലാക്കി. केरला थिल्ले अंडे अम्बा मारे सहोदरी मारे बीजेपी के नेतृत्व वाली एनडीए सरकार के लिए 4 जातियां सर्वोपरि है। जब देश के गरीब, देश के युवा, देश के किसान और देश की महिलाओं का विकास होगा, तभी देश का विकास होगा। इसलिए बीजेपी सरकार की योजनाओं का बड़ा लाभ इन 4 जातियों को सबसे ज्यादा मिला है। लेफ्ट कांग्रेस के लंबे शासनकाल में नारी शक्ति अनेक बेसिक सुविधाओं से वंचित थी। मोदी ने बहनों की समस्याओं को दूर करने की गारंटी दी थी और आपके आशीर्वाद से उन्हें पूरा भी किया।